സൗദിയിൽ പലയിടങ്ങളിൽ ഇവർ നിഴൽ യുദ്ധം നടത്തി. അതുകൊണ്ടാണ് സൗദിയും ഇറാനും തമ്മിലുള്ള ബന്ധം മുമ്പൊക്കെ വഷളായത്. മാത്രമല്ല, സൗദിയിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഭരണകൂടത്തിനെതിരെ കലാപം ഇളക്കിവിടുകയാണ് ഷിയാക്കൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല, 1987 ഹജ്ജിനിടയിൽ ഇവർ പ്രകടനം നടത്തി, ഹജ്ജ് കുളമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ സൗദി അതൊക്കെ അടിച്ചമർത്തി. മാത്രമല്ല, യമനിലെ കലാപകാരികളായ ഹൂത്തികളെ ഇളക്കിവിട്ട് ഹറമിലേക്ക് മിസൈൽ തൊടുത്തുവിടുകയാണ്. മുസ്ലിമീങ്ങളുടെ ഖിബിലയായ പരിശുദ്ധ കഅബയെയും മസ്ജിദുൽ ഹറാമിനെയും തകർക്കാൻ വേണ്ടി നിരന്തരമായി ഹൂത്തികൾ മിസൈലുകൾ തൊടുത്തുവിടുകയാണ്. ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഇറാനാണ്. അതെ, മുസ്ലിമീങ്ങളുടെ രാജ്യങ്ങളും അവരുടെ ഖിബിലയും അവരുടെ ആരാധനാലയങ്ങളും ഒക്കെ തകർക്കുകയും എല്ലാം തങ്ങളുടേതായ ഐഡിയോളജിയുടെ കീഴിൽ വരുത്താൻ വേണ്ടി നിരന്തരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണിവർ. എന്നിട്ട് ഇവർ ലോകത്ത് മുസ്ലിമീങ്ങളുടെ സംരക്ഷകരായി വരികയും എന്നിട്ട് കുറേ വികാരജീവികളായ ആളുകൾ ഇതിൽ പെട്ടുപോകുകയും ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടകരമായൊരു സംഗതിയാണ്. അതുകൊണ്ട് ചരിത്രം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്.